എന്താ ഉണ്ടാക്കണേ? ഇന്ന് നമ്മൾ വെത്തള് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തക്കാളി, 3 പച്ചമുളക് അത് ചട്ടിക്കിടുക. കുറച്ച് കല്ലുപ്പ് ഇട്ടാലാണ് മീൻകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളകും പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം, 1 ഗ്ലാസ് വെള്ളം. നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ചേച്ചി മീൻകറി തിളച്ചോ? നോക്കട്ടെ. തിളച്ചു. വന്നോക്ക്. ഇനി നമുക്ക് പുളി പാരാം. നല്ല പുളി പാർന്ന നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പുളി കൊണ്ടട്ടെ കേട്ടോ. പുളി പാർന്ന് ഒഴിക്കാം. നമുക്ക് നല്ല പുളിയല്ലേ ഇഷ്ടം? എനിക്കതെ കേട്ടോ, നല്ല പുളി എരിവും. പൊണ്ട 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 നല്ല പിഴിഞ്ഞോ. കറുത്ത പുളിയാണ് ശരിക്കും നല്ല പുളി ഉണ്ടാവുക. അത്ര കറുപ്പില്ല. വാങ്ങിയതായിരിക്കും അത്ര. ഇനി നമുക്ക് വെത്തളി മീൻ ഇടാം. അങ്ങനെ നമ്മളെ വെത്തള് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ച് വെച്ചത് പാരാം. വെത്തളിന് അത്ര വേവ് ഇല്ല, വേഗം വെന്ത് കിട്ടും. അതുകൊണ്ട് നമ്മൾ വേഗം നോക്കണം. ഉടഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളെ വെത്തള് കറി. മീൻകറി തിളച്ചിട്ടില്ല. തേങ്ങ പറഞ്ഞ് നല്ല തിളയ്ക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പച്ച മണം ഉണ്ടാവും. നന്നായി തിളച്ചോട്ടെ, നല്ല ടേസ്റ്റ് വരുള്ളൂ. അങ്ങനെ നമ്മൾ മീൻകറി തിളച്ചു. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല കുറച്ചിടണം, എന്നാലാണ് നല്ല മണം വരുള്ളൂ. തിളയ്ക്കുമ്പോഴത്തേന് കറിവേപ്പിൻ്റെ ഇല ഇട്ടാൽ നമുക്ക് നല്ല മണം കിട്ടും. നമ്മളുടെ മീൻകറി ഏകദേശം ആയി. അപ്പോൾ നമുക്കിനി വറുത്തിടാം. അപ്പോൾ ഞാൻ മീൻകറി വാങ്ങി വെച്ചു. ഇനി നമുക്ക് വറുത്തിടാൻ നോക്കാം. അങ്ങനെ ചട്ടി വെച്ചു. ഇനി എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിടണു. എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, കാരണം എണ്ണയ്ക്ക് നല്ല വില കൂടുതലാണ്. അതുകൊണ്ട് എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. ചെറിയുള്ളി കുഞ്ഞേതായി അരിഞ്ഞതാണ്. അത് നമുക്ക് വറുത്തിടാം. എന്നാലേ നല്ല ടേസ്റ്റ് വരുള്ളൂ. ചെറിയുള്ളി എത്ര ഇടണോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ബ്രൗൺ കളർ വരണം ചെറിയുള്ളി, എന്നാലാണ് അതിൻ്റെ പാകം അറിയുള്ളൂ. ബ്രൗൺ കളർ വന്നാലാണ് നല്ല മണം ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ മീൻ കറിക്ക്. ഇനി നമുക്ക് കറിവേപ്പിൻ്റെ ഇല ഇടാം. ബ്രൗൺ കളറായി വരുന്നുണ്ട് നമ്മൾ ചെറിയുള്ളി. മീൻകറിക്ക് നല്ല കളറ് കിട്ടാൻ വേണ്ടി അത് നമുക്ക് ഉള്ളി മൂപ്പിക്കുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടാൽ നല്ല കളറ് കിട്ടും. അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റും കൂടും. അപ്പോൾ നമ്മുടെ മീൻകറി റെഡിയായിരിക്കുകയാണ്. നമ്മളെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന മീൻകറിക്ക് നല്ല മണമെന്ന് പറയില്ല, അത് അവർ കുറച്ച് മല്ലിയില ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ഇടാം, എന്നാൽ നല്ല മണമാവും. എന്നിട്ട് അടച്ച് വെച്ചാൽ സൂപ്പറായിരിക്കും. ഇതാണ് നമ്മളുടെ വെത്തൽ കറി. അങ്ങനെ വെത്തൽ കറി റെഡി ആയിരിക്കുന്നു.